എന്തിനാ കുട്ടിയെ ഇങ്ങനെ ഓടി വരുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറയാ. മുത്തച്ഛനും അച്ഛനും പറയുന്നത് കേട്ടു അവരോട് എത്താറായിരുന്നു. ആണോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. പ്രിയമോളെ, ഒന്നിങ്ങ് വന്നേ. അമ്മായിനെ ഒന്ന് സഹായിക്കേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെന്താ അമ്മായി, ഞാൻ ദേ വന്നു. മോനെ ശിവദേവാ, ഇങ്ങ് വാ, അവരെത്തി. ആ, അവര് വന്നോ? മോനെ വിഷ്ണു, സുഖമല്ലേ നിനക്ക്? 25 വർഷമായി ഒന്ന് കണ്ടിട്ട്. ആ അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖ. മോളെ, മോക്ക് സുഖമൊക്കെ ഇല്ലേ? ആ അച്ഛാ, എനിക്ക് സുഖമൊക്കെ. ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെ തന്നെയല്ലേ? എല്ലാരും എവിടെ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ശിവ, അവരെല്ലാരെയും വിളിക്ക്. ശരി അച്ഛാ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അല്ല, എവിടെ എന്റെ കൊച്ചുമോൻ? അച്ഛാ, അവര് വേറെ കാറില്ല, ഇപ്പൊ എത്തും. ചെറിയച്ഛാ. ആഹാ, ഇതാര്? പ്രിയമോളോ? ഒരുപാടൊക്കെ വളർന്നു പോയല്ലോ. ആഹാ, മോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഓ വല്യമ്മേ, കള്ളം പറയാതെ. കള്ളല്ലെന്നേ, സത്യായിട്ടും. ഈ വല്യമ്മയുടെ ഒരു കാര്യം. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവരെവിടെ പോയി? അവര് ഇപ്പൊ വിട്ടതേ. എന്താ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് കടയിൽ കയറിയതാ. അതാ താമസിക്കുന്നത്. ശരി എന്നാ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് കയറുക. വെളിയിൽ സംസാരിക്കണ്ട. ശരി അച്ഛാ, വാ ലക്ഷ്മി. ദേ, അവര് വന്നല്ലോ, ഇനിയിപ്പോ ഒന്നും ചെയ്യാം. ഓ എന്റെ മോനെ, നീ വളർന്നങ്ങ് വലിയ കുട്ടിയായല്ലോ. എത്ര കാലമായി ഒന്ന് കണ്ടിട്ട്. പണ്ടെങ്ങാണ്ട് ഒരു ഫോട്ടോ കൊണ്ട് ഓർമ്മയെ എനിക്കുള്ളൂ. ഇതാരാ മോനെ കൂടെയുള്ള കൊച്ച്? മുത്തശ്ശ, ഇതെന്റെ സോൾമേറ്റാ. ഹലോ മുത്തശ്ശ, ഞാൻ അജയ്. ഓ, എന്നാ മോനും വാ, എല്ലാരും വാ, ഇനി അകത്ത് കയറിയൊന്ന് സംസാരിക്കാം. എന്നാ എല്ലാരും കയറി വാ, അകത്തിന് പോയിട്ട് സംസാരിക്കാം നമുക്ക്. ഡാഡാ, ഒരു മൈത്തരൊക്കെ നോക്കിയിട്ട് വരാൻ നോക്ക്. ഓ, ഇവൻ കണ്ടോ, ഇനി ഇവിടെ നിൽക്കണ്ട, പോകുന്നതാ നല്ലത്. മോളെ പാകൂ, അവർക്കുള്ള റൂമൊക്കെ ഒന്ന് കാണിച്ചെടുക്ക്. ശരി അമ്മ, ഞാനിപ്പൊ കാണിച്ചു കൊടുക്കാം. ചേട്ടന്മാര് വാ, കാണിച്ചുതരാം റൂമൊക്കെ. ഇതാ വിശ്വന്റെ റൂം. അജയേട്ടന്റെ റൂം അപ്പുറത്താ, കാണിച്ചുതരാം. ഏയ്, അതൊന്നും വേണമെന്നില്ലടോ. ഞങ്ങൾ എപ്പോഴും ഒരു റൂമിലെ കിടക്കാറ്. ഒന്നിച്ചൊരു വീട്ടിലാണെങ്കിൽ ഒരു റൂമിലെ കിടക്കാറുള്ളൂ. ഞങ്ങൾക്ക് ഇതേ റൂം തന്നെ മതി, അല്ലേടാ വിശ്വ? ആ, ഇവൻ പറഞ്ഞത് ശരി പാറു. ഞങ്ങൾ ഒന്നിച്ച് ഈ റൂമിൽ കാണാറ്. അടുത്ത റൂം കാണിച്ചു തരണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അവിടെ താഴെ ചെന്നിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെക്കാം. എന്നാ പിന്നെ നീ ചെന്നേക്ക്, ഞങ്ങൾ റെഡി ആയിട്ടങ്ങ് വരാം. അതെ, എന്താ നോക്കി നിൽക്കോ അവിടെ? അവള് പോയി. ഇത് പിന്നെ ഞാൻ വെറുതെ നോക്കിയതാ, വേറെ ഒന്നുമില്ലടാ. അത് നിന്റെ നോട്ടം കണ്ടാലും പറയും വെറുതെ നോക്കിയതാ. ഒരു ചെറിയ കയ്യപ്തം. വിട്ടേക്കടാ, അത് വിട്ടേക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ, വിടണോ വേണ്ടയോന്ന്. എന്താ മോനെ നിന്റെ ഉദ്ദേശം? നിന്റെ മകവലിരുന്നോണ്ട് എനിക്ക് കുറച്ച് പണി തന്നവനല്ലേ നീ? നിനക്ക് ഞാൻ പണി തരണ്ടേ? നീ എപ്പോഴും അതൊക്കെ മനസ്സിലാക്കി നടക്കുവാണോ? ഞാനത് അപ്പോഴത്തെ ഒരു രസത്തിന് ചെയ്തേല്ലേ, അതൊക്കെ വിട്ടേക്കടാ. അങ്ങനെ ഇപ്പൊ വിടാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ നീ എന്തോ ചെയ്യും? ഇനി ഇപ്പൊ ഇവനെ രക്ഷപ്പെടണം, ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തുവാടാ നീ ഇങ്ങനെ?
ഞാൻ എന്ത് പാവമാണ് അതിനോട് ചെയ്തത്. നിനക്ക് അല്പമെങ്കിലും സ്നേഹം എന്റെ അടുത്തുണ്ടോ? ഞാൻ എന്ത് തെറ്റാ അതിനോട് ചെയ്തത്? ഒന്നില്ലേലും നിന്റെ എല്ലാ ചെറ്റത്തിലും ഞാൻ നിന്റെ കൂടെ നിന്നില്ലേടാ. അതിന്റെ ഒരു അല്പ സ്നേഹമെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചൂടെ? ഇത് നീ എന്നെ ചതിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നോടൊരു അല്പ സ്നേഹം അത് നിനക്ക് കാണിച്ചൂടെ? എന്റെ പൊന്നജു, നിർത്ത്. നിന്നെ കൊണ്ട് ഇത് എങ്ങനെയാടാ സാധിക്കുന്നത്? ഞാൻ അത് വിട്ട് പോരെ, സമാധാനമായല്ലോ. അല്ലേലും എനിക്കറിയാം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. നീ പാവല്ലേ, നീ എന്റെ മുത്തല്ലേ. ഓ മതി ഇട്ട് പതപ്പിച്ചത്. അല്ലടാ, ഞാൻ സത്യം പറഞ്ഞതാ, നീ എന്റെ മുത്തല്ലേ? അതെ അതെ, സമ്മതിച്ച് മുത്ത. പോയി കുളിക്കാൻ നോക്കടാ. വരുന്നോ എന്റെ കൂടെ നീരാറാൻ വേണ്ടി? എന്തായാലും നീ വിളിച്ചല്ലേ, ഞാൻ വരാലോ. അയ്യേ, ഞാൻ വെറുതെ ചോദിച്ചതാ, ഒന്ന് പോടാ. നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? അതൊന്നും ഇല്ലടാ, ഞാനിങ്ങനെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നതാ. നിനക്കിപ്പോഴും അച്ഛനോട് ദേഷ്യമല്ലേ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും അയാളെ ഞാൻ സ്നേഹിക്കാൻ പോകുന്നില്ല. നീയെല്ലാം വളർന്നിട്ടുണ്ടാവും, എന്നാൽ എന്റെ ഈ ജന്മത്തിൽ ഞാനതൊന്നും മറക്കത്തില്ല. എനിക്കറിയാം നീ അതൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന്. ഞാനും മറന്നിട്ടില്ല. പക്ഷേ അച്ഛൻ പറയുന്നതിനൊപ്പം പോവാൻ എനിക്ക് പറ്റുന്നില്ലടാ. നീ ഇവിടെ അച്ഛന്റെ താളത്തിന് ഒരു തുള്ളിക്കൊണ്ടിരുന്നു. നീയൊന്നും മറന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. എടാ അങ്ങനല്ല, ഇപ്പൊ അച്ഛനുമായിട്ട് ഞാൻ പണി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇവിടെ ആണെങ്കിലും അമ്മയുടെയും അവളുടെയും ഓർമ്മ മൊത്തം ഇവിടെ. പിന്നെ ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? ഒരുത്തരെ നമ്മുടെ പെങ്ങൾ പ്രേമിച്ചെന്നുള്ള കുറ്റത്തേല് അവനെയും പോയി കൊന്ന് നമ്മുടെ പെങ്ങളെയും ഓമയും കൊണ്ട് പൂട്ടിയിട്ടു. അവിടെ അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവളോട് സൂസൈഡ് ചെയ്തു. അത് സഹിക്കാൻ വയ്യാതെ അമ്മ നെഞ്ചു പൊട്ടി മരിച്ചത്. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും വിഷമം നീ എങ്ങയുടെ മുഖത്ത് കണ്ടിട്ടുണ്ടോ? അതെ, നീ ശരിയാക്കാനെ. പക്ഷെ നീ ആലോചിച്ച് നോക്ക്, അതിന്റെ എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെ പോയാലും എല്ലായിടത്തും അച്ഛന്റെ വാക്ക് തന്നെ ആദ്യം നിൽക്കേണ്ടത്. അച്ഛന്റെ വാക്കിനെ ആരെങ്കിലും എതിർത്താൽ അത് ആരാന്ന് പോലും നോക്കില്ല. അച്ഛൻ എന്തായാലും കൊന്നുകളയും. കൊന്നുകളയും. ഇപ്പൊ എന്നെ കൊന്നുകളെ എന്റെ ഭാര്യയും മക്കളും വരിയാത്തരാവും. എനിക്കത് കാണാൻ വയ്യാത്തോണ്ട് മാത്രം ഞാനിങ്ങനെ നിൽക്കുന്നത്. വീട്, നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അല്ല, പ്രിയക്ക് എല്ലാ സത്യങ്ങളും അറിയാവോ? ഒരു 10 വയസ്സ് വരെ അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവൾ അറിഞ്ഞു. അതും അച്ഛൻ കാരണം തന്നെ. അവളെ കൺമുമ്പിൽ കാണുന്ന പോലും അച്ഛൻ ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ട് മാത്രം അവളെ ഒന്നും പറയാതിരിക്കുന്നത്. ഒരിക്കലും അവൾ കളിച്ചോണ്ടിരുന്നപ്പോ അറിയാതെ അച്ഛന് ദേഹത്തൊന്നും തട്ടി. അതിന്റെ പേരിൽ അച്ഛൻ പറഞ്ഞു അവൾ ഞങ്ങളുടെ മകളല്ല, വേറൊരാളുടെ മകളാന്നൊക്കെ. അന്ന് അവള് ഒരുപാട് കരഞ്ഞൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് സമാധാനിപ്പിച്ചു. പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ അതെടുത്ത് അവളെ ഓർമ്മിപ്പിച്ചു. അപ്പോഴും അവൾക്ക് സത്യങ്ങളെല്ലാം ഒരുപാട് ബോധ്യമായിക്കത്. അന്ന് വരെ അവള് ചെറിയൊരു അകലം പാലിച്ചാ നിൽക്കുന്നത് എല്ലാവരുടെ അടുത്തും. നീ വിഷമിക്കണ്ടാടാ, പ്രിയക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവള് നിങ്ങളെ സ്നേഹിക്കും. പിന്നെ നമ്മുടെ തന്ത ചെയ്ത എല്ലാ തെറ്റിനും അയാൾക്കുള്ള ശിക്ഷ വൈകാതെ തന്നെ അയാൾക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അച്ഛനും വലിയച്ഛനും ഒന്ന് ക്ഷമിക്കുക. ഞാൻ തന്നെ ഈ വിശ്വ തന്നെ അങ്ങേർക്കുള്ള പണി കൊടുക്കും. സമയാവട്ടെ. പാറു, നീ ഉറങ്ങിയോ? ഞാൻ ഉറങ്ങിയില്ല ഏട്ടാ, എങ്ങ് കയറി പോന്നേക്ക്. ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. അല്ല പാറു, രാത്രി 10 മണിയായല്ലോ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലായോ? ഇതിപ്പോ ഞാൻ ചോദിക്കേണ്ട ചോദ്യല്ലേ? ആണോ? അതിപ്പോ ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ശരി. അല്ല, ഏട്ടനെന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ ഞാൻ നിനക്ക് ഒരു സാധനം തരാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം ഏട്ടാ? എന്തേലും ഗിഫ്റ്റ് ആണോ? വേണമെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറയാം. ഞാൻ അവിടെ വന്നിട്ട് നിനക്ക് ഇതൊരു തന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ. അപ്പൊ എന്തെങ്കിലും നിനക്ക് തരണ്ടേ? ഏയ്, അതൊന്നും സാരമില്ല ഏട്ടാ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നിനക്ക് കൊണ്ടുവന്ന് നിനക്ക് തന്നിട്ടേ പോകുന്നുള്ളൂ. അത് ഞാൻ എവിടെ വെച്ചെന്റെ പോക്കറ്റിൽ വെച്ചത്. നീ ഈ സാധനമാണ് അടക്കണം നോക്കുന്നേ. ഓ, ഇത് നിന്റെ കയ്യിലായിരുന്നോ? നീ ഇത് അവിടെ റൂമിൽ മറന്നു വെച്ചിട്ടാ പോകുന്നത്. നോക്ക്, ഞാനാണെങ്കിൽ എന്റെ പോക്കറ്റിൽ എടുത്തു വെച്ചെന്നുള്ള ഓർമ്മയിലിരിക്കുമായിരുന്നു. ഇനി നീ ഇത് അവൾക്ക് കൊടുക്ക്. ഇതാ പാറ, നിനക്ക് വേണ്ടി ഞാൻ ഇവനും കൂടെ സെലക്ട് ചെയ്ത സാധനം. ഏട്ടാ, ഈ വാച്ച്? അതെ, വാച്ച് തന്നെ. നീ ഈ വാച്ച് മേടിക്കാനല്ലേ ഒരുപാട് ആഗ്രഹിച്ചത്? ഈ ഒരു വാച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര വലിയ ഷോപ്പുകൾ കയറി ഇറങ്ങിയെന്നറിയോ? എന്നാലും ഏട്ടന്മാരെ ഇത്ര കാശ് കൊടുത്ത് ബുദ്ധിമുട്ടി എന്തിനാ ഇത് മേടിച്ചേ? കാശ് അത് വരും പോവും, അത് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മേടിക്കൂ.
അതിവൻ പറഞ്ഞത് ശരിയാ. അവൻ പറയുന്നോട് ഞാൻ യോജിക്കും. കാശി വരും പോവും. പിന്നെ അവൻ പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇത് മേടിക്കും. നീ എൻ്റെ ഒരു പെങ്ങളല്ലേ. താങ്ക്സ് ചേട്ടാ പറയാ, എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഏട്ടന്മാര് ഒന്നും വിചാരിക്കരുത്, എനിക്കിത് വേണ്ട. വേണ്ടാന്നോ? അതോ ഈ വാച്ചോ? അതെന്താ നിനക്ക് വേണ്ടാത്ത? നീ അല്ലേ പറഞ്ഞ നിനക്കത് ഇഷ്ടായിരുന്നു? അതെ, വാച്ച് എനിക്ക് ഇഷ്ടമായി, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവന്തിക, അവക്ക് കൊടുക്കാതെ ഞാനൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അവന്തിക? അതാരാ ഈ അവന്തിക? ഇവൻ അറിയത്തില്ലേ അവന്തിക ആരാന്ന്? ഇവൻ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളേ പ്രിയയുടെ കൂട്ടുകാരി അവന്തിക എന്ന്. അവൾ ആരാന്നൊക്കെ ചോദിച്ചാ അവളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാലും തീരത്തേയില്ല. സാരില്ല, നീ പറ, ഞാൻ കേട്ടോളാം. ഇവനും കേൾക്കും. ഇവനെ കേൾക്കണമെങ്കിൽ ഇവന് മാത്രം കേട്ടാ പോരെ. സമയം 11 മണി. ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് ഇവൻ ഒരുപോലെ കണ്ണടയ്ക്കാനും സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കഥ കേൾക്കാൻ പോയിരിക്കണം. ദുഷ്ടൻ. അല്ല, ഇവനെന്തിനാ ഇപ്പൊ അവളെ കുറിച്ച് തിരക്കുന്നത്? അവളെ കുറിച്ചല്ലേ ഇവൻ അറിയാലോ. വല്യമ്മായി വിളിക്കുമ്പോ എല്ലാവരുടെ അടുത്ത് പറയാനുള്ളതല്ലേ. സംതിങ് ഫിഷി. കണ്ടുപിടിക്കാം. അവന്തിക, അവക്കും എനിക്ക് വരെ പറയാം. എന്റെ ചെറുപ്പം മുതലുള്ള ഒറ്റയ്ക്കുള്ളൊരു കൂട്ടുകാരി, അതവള് മാത്രം. അവളുടെ വീട്ടില് അവളും അച്ഛനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അച്ഛനും മോളും മാത്രമായിട്ടുള്ള ഒരു വലിയ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അവളും അവക്ക് ഞാനും, അങ്ങനെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. അവൾ എന്ത് പഠിച്ചാലും എനിക്കെന്തായാലും, ഞാൻ എന്ത് പഠിച്ചാലും അവക്കും കൊടുക്കും. പിന്നെ അവളുടെ ഡാൻസ്, അവളെ പോലെ ഡാൻസ് കളിക്കാൻ ഈ നാട്ടില് വേറെ ആരില്ല. അവളുടെ പേര് അവന്തിക എന്നൊക്കെയാണെങ്കിലും ഈ നാട്ടുകാരെല്ലാരും അവളെ വിളിക്കുന്നത് ചിലങ്കാന്ന്. അതെന്താ അങ്ങനെ? കാരണം എന്താന്ന് വെച്ചാ, അവൾ ഡാൻസ് കളിക്കാൻ നേരത്ത് ഒരു ചിലങ്ക ഇടും. ആ ചിലങ്കയ്ക്ക് ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടാവും. അത്രയും പഴയ ചിലങ്കയ്ക്ക് ഏറ്റവും ഡാൻസ് കളിക്കാൻ പറ്റുമോ? ആ ചിലങ്ക അങ്ങനത്തെയാ. അവര് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിലങ്ക. ലാസ്റ്റ് അവളുടെ അമ്മ അത് ഉപയോഗിച്ച്. ഇപ്പതേ അവളും അങ്ങനൊന്നും അവളത് ഉപയോഗിക്കാറില്ല. വലിയ നൃത്ത പരിപാടികളൊക്കെ വരും മാത്രമേ അവൾ ആ ചിലങ്ക ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോ നിന്റെ ചിലങ്ക എവിടെയാ? ഏട്ടൻ അവന്തികനെയാണോ ചിലങ്കാന്ന് ഉദ്ദേശിച്ചേ? അതെ, അവളെ തന്നെയാ. അവളിപ്പോ അവളുടെ വീട്ടിൽ കാണും. പിന്നെ ഏട്ടന്മാർക്ക് അവളെ കാണുമെന്നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ട് കാണിച്ചു തരാം. പിന്നെ അവക്കെല്ലാം കൊടുത്ത് ശീലിച്ചുകൊണ്ട് ഒരു സാധനം ഞാൻ പുതിയത് മേടിച്ച അവക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമോ, അതുകൊണ്ടാ എല്ലാം അവക്ക് കൊടുത്തിട്ട് ഞാൻ ഉപയോഗിക്കാവുള്ളൂ. ഇതിപ്പോ അവളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ, എനിക്ക് എന്നിട്ടേ അവൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കേട്ടോ വിശ്വ? ഞാൻ കേട്ടു. എന്തായാലും നീ അതോടെ കൊണ്ടുവന്നിട്ടില്ലേ, അതോടെ ഇങ്ങത്താ. അതും അവൾക്കും കൊടുക്കട്ടെ, സമാധാനമാവട്ടെ. ഇതാടാ കൊടുക്ക്. ഇതാ നിന്റെ ചിലങ്കയ്ക്കുള്ള വാച്ച്. ഇനി തന്നില്ലാന്ന് വേണ്ട. ഏട്ടാ, പക്ഷെ ഇതെങ്ങനെയാ? നിന്നെ ഇവൻ വെറുതെ വട്ട് കളിപ്പിച്ചതാ. ചിലങ്കയെ കുറിച്ച് അല്ല, അവന്തികയെ കുറിച്ച് ഇവനെല്ലാം അറിയാം. ഇവിടുന്ന് വല്യമ്മ വിളിക്കുമ്പോ പറയും. ഏട്ടാ, അപ്പൊ എന്നെ പറ്റിക്കായിരുന്നോ? അങ്ങനെയൊന്നുമല്ല, പറ്റിച്ചൊന്നുമല്ല. ഇവളെ കുറിച്ച് നിന്റെ വായിൽ തന്നെ കേക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞേ. പിന്നെ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരു സാധനങ്ങളൊക്കെ ഒരുപോലെ ഉപയോഗിക്കുള്ളൂ. അപ്പോ കൊടുക്കേണ്ടതും പറയുന്നതും എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പോയി കിടക്കാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. എന്താ ഏട്ടാ? ചോദിച്ചോ, ഞാൻ പറയാലോ. അത് പിന്നെ നിന്റെ ചിലങ്ങേനെ എനിക്ക് നാളെ കാണിച്ചു തരുമോ? നാളെയോ? അതെന്തിനാടാ നാളെ തന്നെ കാണുന്നേ? വെറുതെ ഇത്രയൊക്കെ അവളെ കുറിച്ച് അങ്ങനെ സ്ഥിതിക്ക് ആ കൊച്ചിനെ എനിക്ക് വന്ന് കാണുന്ന ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിടിച്ചോളാം. പാവു, നീ എന്തൊന്നും പറയത്തെ? നാളെ കാണാൻ പറ്റുമോ അവളെ? അതിനെന്താ, കാണാൻ പറ്റൂലോ. ഞാൻ നാളെ തന്നെ കൊണ്ട് കാണിച്ചു തരാം, പോരെ? എന്നാ പിന്നെ ഓക്കെ, വാടാ നമുക്ക് പോയി കിടക്കാം. ഗുഡ് നൈറ്റ് പാറു. ശരി, പോയി കിടക്കാം. ഗുഡ് നൈറ്റ് പാറു. ഗുഡ് നൈറ്റ്. എനിക്കപ്പോഴേ തോന്നി എണീറ്റ് കാണത്തില്ലാന്ന്. ആ ചേട്ടൻ ഇറങ്ങുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട്, കൊച്ചുകുട്ടിയെ പോലെ. ഇനി ഇപ്പൊ വിളിക്കട്ടെ, കുറച്ചു നേരം കിടക്കട്ടെ അവര്.
ഇതിപ്പോ കണ്ടു എനിക്ക് ഉറക്കം വരുവാണല്ലോ. ഇവളെന്താ ഇവിടെ കിടക്കുന്നേ? ചിലപ്പോ ഞങ്ങളെ വിളിക്കാൻ വന്നതാവും അല്ലേ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോ ഇവിടെ വിളിക്കണോ വേണ്ടായോ, കൺഫ്യൂഷൻ ആണല്ലോ. എന്തായാലും ആളിറങ്ങുമല്ലേ, കുറച്ചേരം ഇങ്ങനെ നോക്കിയും കിടക്കാം. ആ, ഇവൻ എഴുന്നേറ്റ് എന്നെ വിളിച്ചില്ലല്ലോ. അല്ല, ഇവൻ ഇതെങ്ങോട്ടായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുറെ നേരം ആയല്ലോ. ഇതാരാ അവിടെ ഈ കിടക്കുന്നേ? പാഹു, ഇവനെന്താ ഇവിടെ കിടക്കുന്നേ? ഓ, ഇവൻ എഴുന്നേറ്റ്. ഇതപ്പോ ഇവൻ എഴുന്നേറ്റ്. മിണ്ടാതിരിക്കട പട്ടി, അവൾ എണ്ണീക്കും. എല്ലടാ, അവളെന്താ നമ്മുടെ റൂമിലിരുന്ന് ഉറങ്ങുന്നേ? എനിക്കെന്താ തോന്നുന്നത് വെച്ചാ നമ്മളെ എണ്ണീപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെ കിടന്നുറങ്ങിപ്പോയതായിരിക്കും വേണമെങ്കിൽ. അതൊക്കെ നീ അവളെ വായ നോക്കി സൂഹിക്കും അല്ലടാ തണ്ടി. അത് പിന്നെ ഞാൻ വെറുതെ കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ലല്ലോ. കഷ്ടം. നീ ഒരു കാര്യം മറക്കുന്നുണ്ട്, അവള് എന്റെ പെങ്ങളാന്നുള്ള കാര്യം നീ മറക്കണ്ട. അങ്ങോട്ട് ഞാൻ അവളെ വിളിച്ചു നോക്കട്ടെ. പാറു, പാറു, എഴുന്നേറ്റ് അങ്ങോട്ട്. അയ്യോ സോറി ഏട്ടാരെ, ഞാന് നിങ്ങളെ വിളിക്കാൻ വന്നതാ. എപ്പോഴും ഉറങ്ങിപ്പോയെന്നറിയില്ല. ഇന്നലെ രാത്രി ഇവിടെ താമസിച്ചിരുന്നു, അതുകൊണ്ടാ. സോറി. സോറി ഒന്നും വേണ്ട, നീ ചെല്ല്, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം.